പൂക്കി അജുവിനെ മിസ് ചെയ്യുന്നുള്ളത് കമന്റ്സ് വരുന്നുണ്ട്, കാണുന്നുണ്ടോ? പൂക്കി വേഷങ്ങൾ ചെയ്തപ്പോൾ പൂക്കി ഇല്ലായിരുന്നു, വേർഡ് ഇല്ലായിരുന്നു. അന്ന് എല്ലാവരും പറഞ്ഞു സീരിയസ് ചെയ്യാൻ. സീരിയസ് വന്നപ്പോ എല്ലാവരും പറഞ്ഞു കോമഡി വേണമെന്ന്. ഇപ്പം ഞാൻ നാട്ടുമ്പുറത്ത് ജീവിക്കുന്നതാണ്. ആനയല്ലെങ്കിലും എൻ്റെ വീട്ടിലും ഇങ്ങനെ പന്നി വരുന്ന ശല്യം വരും, പാമ്പ് വരും. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പം എനിക്ക് സങ്കടമാണ് അവരെ കൊല്ലുന്നത്. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആണ് കാടിൻ്റെ നിയമം. മൃഗങ്ങൾക്ക് സംസാരിക്കാൻ അറിയാത്തതുകൊണ്ട് നമ്മുടെ അടുത്തൊന്നും അവർ ഡിബേറ്റ് ചെയ്യുന്നില്ല. 7 മണിക്കത്തെ വാർത്തയിൽ വന്ന് അവർ അവരുടെ ഒരു പക്ഷം പറയുന്നില്ല. എൻ്റെ തന്നെ പ്രൊഡക്ഷനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് പിന്നെ വേറെ ഒരു കമ്മിറ്റ്മെൻറ്റ് ഇല്ലല്ലോ. ഏറ്റവും വലിയ രസകരമായ സംഭവം ഏറ്റവും കൂടുതൽ അവാർഡ് കിട്ടിയിരിക്കുന്ന അഭിനയത്തിലാണ്, ക്രിറ്റിക്സ് ഉൾപ്പെടെ. ബോഡി ഷെയ്മിങ് എൻജോയ് ചെയ്തിട്ടുള്ള ഉൾപ്പെടെയുള്ള വ്യക്തികൾ ഇന്ന് നമുക്കത് തെറ്റാണെന്ന് അറിയാവുന്നതുകൊണ്ട് പതുക്കെ പതുക്കെ ആ നർമ്മം നമ്മളിൽ നിന്ന് ഇല്ലാതായി. ഇതിനു മുമ്പും ഓരോ കാലാനുസൃതമായ മാറ്റങ്ങൾ എന്നും മലയാള സിനിമ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പത്മനാഭ സാറിൻ്റെ നവംബറിൻ്റെ നഷ്ടം പോലുള്ള സിനിമകളൊക്കെ ആ സമയത്ത് ന്യൂജൻ സിനിമകളായിരുന്നു. ഇപ്പോൾ അക്വിനോ ക്രിസ്റ്റോഫറുടെ റാഷോമോൻ കണ്ട് അന്തം പെട്ടുന്ന ഇൻ്റർനാഷണൽ ഓഡിയൻസിൻ്റെ മുമ്പിലാണ് KG ജോർജ് സാർ എന്നുള്ള മാസ്റ്റർ ക്രാഫ്റ്റ്മാൻ യവനിക ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രീവിയസ് വർക്ക് മുകുന്ദനുണ്ണി ഒരു ഗ്രേറ്റ് സിനിമയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇത് ആരുടെയും ബയോപിക്കായിട്ട് എൻ്റെ അറിവിൽ ഫീൽ ചെയ്തില്ല. രാഷ്ട്രീയത്തിനും സിനിമയ്ക്കും ഗോസിപ്പ് വേണ്ടേ, അല്ലെങ്കിൽ പിന്നെ വിലയില്ലല്ലോ. ഡിസ്കഷൻസ് നടക്കണം. നമസ്കാരം. മീഡിയ വൺ ഷോ മാളിൽ MA നിഷാദ്, അജു വർഗീസ്, അനുമോൾ. വെൽക്കം ടു മീഡിയ വൺ ഷോ മാൾ. താങ്ക് യു. ലെർക്ക് കൗതുകമുള്ളൊരു പേരാണ്. ആ കൗതുകം എത്രത്തോളം ഈ സിനിമയിലുണ്ട്? അതെന്താണ് ലെർക്ക്? ലെർക്ക് എന്ന് പറഞ്ഞാൽ പതിയിരിക്കുക എന്നുള്ളത്. അപ്പം അത് പർപ്പസ്ഫുള്ളി തന്നെ ആ സിനിമയ്ക്ക് ടൈറ്റിൽ ഞാൻ അങ്ങനെ ഇട്ടതാണ്. അപ്പോൾ താങ്കൾ തന്നെ ചോദിക്കുന്നുണ്ട് ഒരു കൗതുകമുള്ള പേര് എന്താണെന്നുള്ളൊരു ക്യൂരിയോസിറ്റി. ആ ക്യൂരിയോസിറ്റിയാണ് സിനിമ. ലെർക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പതിയിരിക്കുന്നത് ആര് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് ആണെന്നും പല ഇൻ്റർവ്യൂകളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതിനോടകം ജനങ്ങൾക്ക് അറിയുകയും ചെയ്യാം. പക്ഷേ ഇതിൽ പിന്നെ മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങളെക്കാൾ ഉപരിയായിട്ട് ഒരു സംഘം ഒരു വലിയൊരു വിഭാഗം ജനങ്ങളെ അഫക്റ്റ് ചെയ്യുന്നൊരു വലിയ വിഷയമുണ്ട്. ആ വിഷയത്തെ അഭ്രപാളികളിൽ എത്തിക്കുക എന്നുള്ളൊരു കടമയാണ് ഞാൻ ചെയ്യുന്നത്. വളരെ റിയലിസ്റ്റിക് ആയിട്ട് തന്നെ കൊമേഴ്ഷ്യൽ ഇൻഗ്രീഡിയൻറ്റോടുകൂടി ഈ സിനിമ അണിയിച്ചൊരുക്കിയിരിക്കുന്നു. പിന്നെ ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ പലപ്പോഴും നമ്മൾക്ക് നമ്മളുടെ ജീവിതത്തിലേക്ക് ഏതെങ്കിലും ഒരു വിഷയം വരുമ്പോൾ മാത്രമേ നമ്മൾ ബോധവാന്മാരാകത്തുള്ളൂ. പക്ഷെ നമ്മളുടെ സഹോദരങ്ങൾ അല്ലെങ്കിൽ മറ്റു ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, പ്രത്യേകിച്ച് വനമേഖലയുടെ അടുത്ത് താമസിക്കുന്ന തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള കർഷകർ ഉൾപ്പെടെയുള്ള സാധാരണ ജനങ്ങൾ അവരനുഭവിക്കുന്നൊരു വലിയ വിഷയമുണ്ട്. അത് വന്യജീവിയുടെ ആക്രമണം തന്നെയാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കേട്ടുകേൾവി പോലും ഇല്ലാത്ത വിഷയമാണ്. ഇന്ന് വളരെ സീരിയസ് ആയിട്ട് ഇത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ്. അതിനൊരു കഥാരൂപത്തിലൂടെ നമ്മൾ അവതരിപ്പിക്കുകയാണ്. അത് തീർച്ചയായിട്ടും സിനിമ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ, ഒരു വലിയ വിഷയത്തെ സത്യസന്ധമായി ജനങ്ങളുടെ മുന്നിലെത്തിക്കുക എന്നുള്ളതാണ് എന്നിൽ നിക്ഷിപ്തമായ കടമ ഒരു സംവിധായകൻ എന്ന നിലയിൽ. അതിലൊരു ശ്രമം എൻ്റെ ഭാഗത്തുനിന്നുണ്ടായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അയച്ചേട്ടാ, സിനിമകൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഓരോ ടേസ്റ്റ് ഉണ്ട്, ഓരോ ജോണേഴ്സ് ഉണ്ട്. എന്നെ സംബന്ധിച്ച് ഞാനിന്ന് വിളിക്കുമ്പോൾ ഭയങ്കര പ്രൗഡാണ്. എന്നെ ഇഷ്ടപ്പെട്ട് സിനിമ കാണുന്നതിൽ ഇൻഫ്ലുവൻസ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് അയച്ചേട്ടൻ. ആദ്യ സില്ലേനിയൽ, മലവാടി ആർട്സ് ക്ലബ്ബും, തട്ടത്തിയും മറയത്തും, ആ ചിഞ്ചു എന്നുള്ള ഫോൺ കോളും ഒക്കെ സ്റ്റിൽ അങ്ങനെ തന്നെയാണ്. ആ ഒരു ഇതേ രീതിക്കകത്താണ് നിൽക്കുന്നത്. ഈ കഥാപാത്രത്തെ പറ്റി പറയും. ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ചെയ്യാത്ത വേഷമാണ്. ഒരു ട്രൈബൽ ഓഫീസറാണ്. ഈ സിനിമയുടെ ഒരു സെൻസിറ്റിവിറ്റി ഹോൾഡ് ചെയ്യുന്നൊക്കെ നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ചുറ്റിപ്പറ്റിയാണ് ഫുൾ സിനിമ വരുന്നത്. അപ്പം അതിലൊരു പ്രാധാന്യമുള്ള എന്നാൽ ലെങ്ത് ഓഫ് ദി ക്യാരക്ടർ ഞാൻ ഈ അടുത്ത് നോക്കാറില്ല, എൻ്റെ കോൺട്രിബ്യൂഷനെ നോക്കാറുള്ളൂ. ഈ കഥയിൽ ഈ ക്യാരക്ടർ ഇല്ലാതെ ഈ കഥ കംപ്ലീറ്റ് ആവില്ല. കാര്യം ഇതിലൊരു മേജർ സീൻ തന്നെ വരുന്നത് നമ്മുടെ എല്ലാ ഡിസ്കഷനിൽ തന്നെ ഈ വന്യമൃഗങ്ങളും അതിൻ്റേതായ നിയമങ്ങളും ഒക്കെ നമ്മൾ ലേമാൻസിന് മനസ്സിലാവുന്ന ഒരു സാധാരണ മനുഷ്യർക്ക് ഇതൊരു ഡ്രൈ ടോപ്പിക് ആയിരിക്കും. അത് ഡ്രൈ ടോപ്പിക് ആവാതിരിക്കാൻ നിഷാദിക്ക അത് പ്ലേസ് ചെയ്തേക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ അത് അങ്ങനത്തെ രസകരമായ സീനുകളുണ്ട്. രസകരമായൊരു പാട്ടുണ്ട് ഞാൻ ഭാഗമായിട്ടുള്ളത്. ആ പാട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ വളരെ രസകരമായ ഒരു ഇൻട്രസ്റ്റിംഗ് സോങ്ങാണ്. അതെന്നും നിലനിൽക്കാൻ സാധ്യതയുള്ളൊരു പാട്ടുകളിലൊരു മലയാളം പാട്ടായിരിക്കും. പല ഫാക്ടേഴ്സ്. പൂക്കി അജുവിനെ മിസ് ചെയ്യുന്നുള്ളത് കമന്റ്സ് വരുന്നുണ്ട്, കാണുന്നുണ്ടോ? കുറച്ച് നാളുകളായിട്ട് പൂക്കി വേഷങ്ങൾ ചെയ്തപ്പോൾ പൂക്കി ഇല്ലായിരുന്നു, വേർഡ് ഇല്ലായിരുന്നു. അന്ന് എല്ലാവരും പറഞ്ഞു സീരിയസ് ചെയ്യാൻ. സീരിയസ് ചെയ്തപ്പോൾ എല്ലാവരും പറഞ്ഞു കോമഡി വേണമെന്ന്. ശരിക്കും
ഒരു ബാലൻസ് വേണം. ഐ അണ്ടർസ്റ്റാൻഡ്. അനുമോൾ എങ്ങനെയാണ് ഈ കഥാപാത്രത്തിലേക്ക് എത്തുന്നത്? ഡെഫിനറ്റ്ലി നിഷാദൊക്കെ വിളിച്ചതാണ്, കഥ പറഞ്ഞു. എനിക്ക് ഇഷ്ടമുള്ളൊരു ഏരിയയാണ് കാടായാലും, അല്ലെങ്കിൽ അവിടുത്തെ മനുഷ്യരുടെ ജീവിതം, അല്ലെങ്കിൽ അവിടുത്തെ മൃഗങ്ങളും മനുഷ്യരുമായിട്ടുള്ള ആ ബാലൻസിങ് എങ്ങനെ പോകുന്നു എന്നൊക്കെ എനിക്കും ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റാണ്. അത് ബ്യൂട്ടിഫുള്ളി ഒരു ഫോമാറ്റിൽ സെറ്റ് ചെയ്ത് നിഷാദൊക്കെ കൊടുന്നു തന്നപ്പോൾ പിന്നെ വേറെ ഒന്നും ആലോചിക്കേണ്ടി വന്നിട്ടില്ല. അപ്പം അങ്ങനെയാണ് ആ സിനിമ എനിക്ക് എത്തുന്നത്. പിന്നെ ഞാൻ നോക്കിക്കഴിയുമ്പം ഈ പറഞ്ഞ പോലെ എനിക്ക് എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ എൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെ എനിക്ക് പേഴ്സണലി ഒരു എക്സൈറ്റ്മെൻറ്റ് എന്താണ്, നമ്മൾ ഇതുവരെ ചെയ്യാത്തത് എന്താണ്. അപ്പം ഒരു ശ്രീലക്ഷ്മി എന്ന് പറയുന്ന ഒരു ട്രൈബൽ പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് ഒരു ബാക്ക് സ്റ്റോറിയൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആ ക്യാരക്ടറും ഈ സബ്ജക്റ്റും തന്നെയാണ് എന്നെ ഇതിലേക്ക് എത്തിക്കുന്നത്. അത് നിഷാദക്ക വളരെ ബ്യൂട്ടിഫുള്ളി ആ ഒരു ഫോർമാറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ തന്നെയാണ്. സമകാലിക വിഷയങ്ങൾ എടുക്കുന്നതിൽ MA നിഷ സിനിമകൾ മുൻപന്തിയിലാണ്. അതൊരു സിനിമ എടുക്കുമ്പോഴും നമുക്ക് മനസ്സിലാവും. അത്തരം സാമൂഹിക വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യണം എന്നുള്ളത് എങ്ങനെയാണ് അതിനെ? പതിവ് ചാലിൽ നിന്ന് മാറി സഞ്ചരിക്കുക എന്നുള്ളതാണ് ഒരു ഫിലിം മേക്കർ ചെയ്യുന്നത്. ഞാൻ എല്ലാത്തരം സിനിമകളും ചെയ്തിട്ടുണ്ട്. ഞാൻ ക്രാഫ്റ്റ് മൂവീസും ചെയ്തിട്ടുണ്ട്, അല്ലാതെ ആക്ഷനും ത്രില്ലറും എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ആദ്യം പകൽ ചെയ്യുമ്പോൾ കർഷകാത്മഹത്യയെപ്പറ്റി ഇന്ത്യയിൽ ആദ്യമായിട്ട് ചെയ്ത സിനിമ പകലായിരുന്നു. അപ്പം അത് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. കർഷകാത്മഹത്യ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ വിദർഭയിൽ മാത്രമല്ല, വയനാടിലും നമ്മുടെ വിശപ്പകറ്റാൻ കഷ്ടപ്പെടുന്ന സഹോദരന്മാർ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് സിനിമ എന്നൊരു വലിയ മാധ്യമത്തിലൂടെ പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പിന്നീട് പ്രേക്ഷകരുടെ അഭിരുചിക്കനുസരിച്ച് ഇപ്പം സിനിമ എന്ന് പറയുന്നത് OTT പ്ലാറ്റ്ഫോം, ഓവർ ദ ടോപ്പ് പ്ലാറ്റ്ഫോം വന്ന ശേഷം സിനിമയിൽ പല യോണറുകളും നമുക്ക് കാണാം. ലോകത്തുള്ള എല്ലാ, ഇപ്പോൾ താങ്കളുടെ ഫിംഗർ ടിപ്സിൽ താങ്കൾ നോക്കിക്കഴിഞ്ഞാൽ താങ്കൾക്ക് ഇഷ്ടമുള്ള സിനിമ ഏത് ഭാഷയുടെ വേണമെങ്കിലും കാണാം, ഏത് രാജ്യത്തെ ഏത് തരം സിനിമകളും കാണാനുള്ളൊരു സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം തീർച്ചയായിട്ടും ലർക്കിലേക്ക് എന്നെ എത്തിച്ചു എന്നുള്ളതാണ് സത്യം. കാരണം ഈ സിനിമ പറയുന്ന ഒരു വിഷയം ഇൻ്റർനാഷണൽ സബ്ജക്റ്റാണ്, അത് ഇവിടെ മാത്രം ഒതുങ്ങുന്നതല്ല. അപ്പോൾ അതിന് പിന്നെ പല രാജ്യങ്ങളിലും പല രീതിയിലുള്ള സൊല്യൂഷൻസ് ഉണ്ട്. നമ്മുടെ നാട്ടിൽ ഇതുവരെ സൊല്യൂഷൻ ഇല്ല എന്നുള്ളതാണ് സത്യം. ആ സൊല്യൂഷൻ ഉണ്ടാവണമെങ്കിൽ ചില തോട്ട് പ്രോസസ്സിലൂടെ കടന്നു പോകണം. അത് ലർക്കിലൂടെ കടത്തിവിടാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഡോൾബി അറ്റ്മോസിലാണ് മിക്സ് ചെയ്തിരിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ കാടിൻ്റെ വന്യതയും മൃഗങ്ങളുടെ ഒരു പിന്നെ സാന്നിധ്യവും തിയേറ്ററിലിരിക്കുന്ന പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ശ്രമകരമായ ജോലിയുണ്ട്. ആ ജോലി ഈ സിനിമയുടെ മേക്കിങ്ങിൽ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് പോസ്റ്റ് പ്രൊഡക്ഷനിൽ സൗണ്ട് ഡിസൈൻ ആണെങ്കിലും ഓഡിയോഗ്രാഫി ആണെങ്കിലും ഒക്കെ നമ്മളതിനകത്ത് ശ്രദ്ധിച്ച്. ഗണേഷ് മാരാണ് ഓഡിയോഗ്രാഫി, സൗണ്ട് ഡിസൈൻ ജുബിൻ രാജാണ്. അപ്പോൾ ഇവരെല്ലാവരും ഒരുമിച്ച് നിന്ന്, ബിബിൻ എഡിറ്റർ ഉൾപ്പെടെയുള്ളവർ ഒരുമിച്ച് നിന്നിട്ടാണ് ഈ സിനിമയെ ഇവിടം വരെ എത്തിച്ചിരിക്കുന്നത്. അപ്പം സൗണ്ടിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. തീർച്ചയായിട്ടും ഒരു കടുവ വരുമ്പോൾ ആ കടുവയുടെ ഭീകരത എന്താണെന്ന് പ്രേക്ഷകൻ അറിയണമല്ലോ. ആന വരുമ്പോൾ അങ്ങനെ, ആന നമ്മൾ ലൈവായിട്ടാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം ഈ സിനിമയിൽ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. സിനിമ ഒരു പച്ചയായ യാഥാർത്ഥ്യങ്ങളെ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കുമല്ലോ ചേട്ടനും ഈ സിനിമ ചൂസ് ചെയ്യാനുള്ളൊരു കാരണം? 2 റീസൺസ്. ഒന്ന്, അദ്ദേഹമായിട്ടുള്ള എൻ്റെ ഒരു സൗഹൃദം, അതാണ് എപ്പോഴും പ്രൈമറിലി നമ്മൾ നോക്കുന്ന ഒരു കംഫേർട്ട് ഉണ്ട്. കംഫേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് എളുപ്പം തോന്നണം, ഈസിലി പറ്റണം. 2 ക്യാരക്ടർ ഡെഫിനറ്റ്ലി ഇദ്ദേഹം ഈ വേഷം എന്നോട് പറഞ്ഞപ്പോൾ, ഈ ആശയം എന്നോട് പറഞ്ഞപ്പോൾ ഡെഫിനറ്റ്ലി ആ ക്യാരക്ടറും ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, ലെങ്ത് ഒരു ക്യാരക്ടറിനെ ഡിഫൈൻ ചെയ്യുന്നതായിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ കഥാപാത്രം ഇല്ലെങ്കിൽ ഈ സിനിമ കംപ്ലീറ്റ് ആവും. അതേ ഞാൻ നോക്കാറുള്ളൂ. ഈ 2 ഫാക്ടേഴ്സാണ്. റീസെൻ്റ്ലി ആണെങ്കിൽ വന്യജീവികൾ കാരണം മനുഷ്യർക്കുണ്ടാകുന്നൊരു ദോഷം നമുക്ക് കൂടി വരുവാണ്. അപ്പം ഈ ഒരു കഥ പറയുമ്പോൾ എന്തായിരുന്നു തോട്ടിൽ? അത്രയധികം ചിന്തിച്ചിരുന്നോ? അല്ല, എനിക്കെപ്പോഴും ഒരു ആക്ടറുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പം എനിക്കെപ്പോഴും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാറുണ്ട്. ഞാൻ എൻ്റെ ചിന്തകളും എൻ്റെ ശരികളും മാത്രമാണോ അഭിനയിക്കേണ്ടത്, അതല്ല സോഷ്യലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ജനറലൈസ് ചെയ്ത ആളുകൾ പറയുന്ന ആ ഒരു കോൺഫ്ലിക്റ്റ് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു കറക്റ്റ് ബാലൻസിങ് എനിക്ക് കിട്ടാറില്ല മിക്കപ്പോഴും. അപ്പം ഈ സിനിമയിലും എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. കമ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പും അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഒക്കെ ഞാൻ പേഴ്സണലി കുറേ കാര്യങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ സിനിമയിൽ എന്തെങ്കിലും സസ്പെൻസ് പോലാവും, എന്നെ കൊല്ലും. അപ്പം അത് കാരണം എനിക്ക് അങ്ങനെ പറയാനും പറ്റില്ല. പക്ഷേ എനിക്ക് ഇതിൽ അറിയില്ല ആരുടെ കൂടെ നിൽക്കണമെന്ന്. ഇപ്പം മനുഷ്യരുടെ കൂടെ നിൽക്കണോ, മൃഗങ്ങളുടെ കൂടെ നിൽക്കണോ,
എനിക്കറിയില്ല. അത് തിയേറ്ററിൽ വരുമ്പോഴും എനിക്ക് തോന്നുന്നു കുറച്ച് കാലം എൻ്റെ അകത്ത് ഈ സിനിമ ട്രാവൽ ചെയ്യുമായിരിക്കും. ബിക്കോസ് ഞാൻ ആരുടെ കൂടെ നിൽക്കണമെന്ന് ഞാൻ ഇങ്ങനെ ആ ഒരു കൺഫ്യൂഷൻ എനിക്കുണ്ടല്ലോ. അതെ അതെ എനിക്കുണ്ട് അത് എപ്പോഴും. അപ്പം ഈ പറഞ്ഞ കാറ്റഗറിയിലാണ് ഞാൻ പെടുന്നത്. മനുഷ്യർക്ക് ഉപദ്രവമാവുന്ന, ഇപ്പം ഞാൻ നാട്ടുമ്പുറത്ത് ജീവിക്കുന്നതാണ്. ആനയല്ലെങ്കിലും എൻ്റെ വീട്ടിലും ഇങ്ങനെ പന്നി വരുന്ന ശല്യം വരും, പാമ്പ് വരും. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പം എനിക്ക് സങ്കടമാണ് അവരെ കൊല്ലുന്നത്. അതും ഒരു ജീവനല്ലേ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ ചില ആളുകൾക്ക് അങ്ങനെയല്ല. ഇപ്പം ആ കൃഷി ചെയ്യുന്ന നമ്മളുടെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉള്ള ആളുകൾ കാണുന്നത് അവരുടെ ഉപജീവനമാണ് നശിച്ചു പോകുന്നത്. അപ്പം ആ കോൺഫ്ലിക്റ്റോട് കൂടെ തന്നെയാണ് ഇത് നിൽക്കുന്നതും. ഈ സിനിമ ഞാൻ കാണുന്നതും ഒരുപാട് മനുഷ്യർക്ക് ചിലപ്പം ഒരു ക്ലാരിറ്റി വരുമായിരിക്കും. ഈ കോൺഫ്ലിക്റ്റ് ഉള്ള ആളുകൾക്ക് ഒരു ധാരണ, അവർക്ക് നമ്മുടെ ഒരു ചില സിനിമകൾക്ക് അങ്ങനെ ഒരു പേർപ്പസും കൂടെ ഉണ്ടല്ലോ. നമ്മൾ ആരുടെ കൂടെ സിനിമയിൽ ട്രാവൽ ചെയ്യുന്നതനുസരിച്ചായിരിക്കുമല്ലോ നമുക്കൊരു പേഴ്സ്പെക്റ്റീവ് വന്നു പോകുന്നത്. അപ്പം അങ്ങനെ ആളുകൾക്ക് ഈ ഒരു ചിന്ത ഉണ്ടാവാനും ഈ ഒരു ജീവിതത്തിനെ പറ്റി ഒരു തോട്ട് ഇൻജെക്റ്റ് ചെയ്യാനും നമ്മൾ ഈ സിനിമയുടെ ഭാഗമാകുമ്പോഴോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരു സ്ഥലത്ത് ജീവിക്കുന്നതുകൊണ്ടോ ഇങ്ങനെ ആലോചിക്കുമായിരിക്കും. പക്ഷേ കൊച്ചി സിറ്റിയിൽ ജീവിക്കുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ ഒരാൾക്ക് ഇതൊക്കെ കഥകളും അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ വാർത്തകളും മാത്രമാണ്. അപ്പം അങ്ങനത്തെ ആളുകൾക്ക് ഇങ്ങനത്തെ ജീവിതം കാണാനുള്ളൊരു അവർക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കാനും അവർക്ക് ആ ഒരു ജീവിതം കുറച്ചും കൂടെ മനസ്സിലാക്കി കൊടുക്കാനും ഒക്കെ സഹായകമാവുമെന്നാണ് ഞാൻ ധരിക്കുന്നത്. ഡയറക്ഷൻ മാത്രമല്ല ചെയ്തിരിക്കുന്നത്, അഭിനയം കൂടെ ഉണ്ട്. ഷൂട്ടറായിട്ടാണ് ട്രെയിലൊന്ന് മനസ്സിലാവുന്ന അങ്ങനെയാണ്. എന്തായിരുന്നു അഭിനയിക്കാൻ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് തന്നെ ഉണ്ടായിരുന്നു? അതായത് ഈ ക്യാരക്ടർ ഞാൻ തന്നെ ചെയ്യണമെന്ന് എനിക്ക് തീരുമാനം ഉണ്ടായിരുന്നു. കാര്യം ഒരു ഫ്രഷ്നെസ് വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അപ്പോൾ ഇത് ട്രാങ്ക്ലൈസ് ചെയ്യാൻ വരുന്ന ഒരു ഫോറസ്റ്റ് സർജനാണ്. അയാളൊരു ഡാർട്ട് ചെയ്യാൻ വരുന്ന ഒരാളാണ്. അയാളൊരു ഷാർപ്പ് ഷൂട്ടറാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ ഇത് എൻ്റെ തന്നെ പ്രൊഡക്ഷനാണ്. യെസ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് പിന്നെ വേറെ ഒരു കമ്മിറ്റ്മെൻ്റ് ഇല്ലല്ലോ. അപ്പോൾ ആ ക്യാരക്ടർ എനിക്ക് പരിചിതമാണ്, അതുകൊണ്ട് ഞാൻ ചെയ്തു. ഡയറക്ഷനും അഭിനയവും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പ്രൊഡക്ഷനും ഒക്കെ വരുവാണ്. ഏതാ കുറച്ചുകൂടെ ഈസി ആയിട്ട് തോന്നി? അതെ, ഒന്നും ഈസിയല്ല. അല്ല, എല്ലാം അതിൻ്റേതായിട്ടുള്ള ഗൗരവം അർഹിക്കുന്ന ജോലിയാണ്. പിന്നെ എനിക്ക് ഈ സിനിമയോട് ഭയങ്കര പാഷനാണ്. അപ്പം ഞാൻ സിനിമയുടെ എല്ലാ വശങ്ങളിലും കടന്നു പോകണം എല്ലാ മേഖലകളും ഇപ്പം ഡയറക്റ്റ് ചെയ്തു, കഥ എഴുതി, എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടി കഥാകൃത്ത് എന്ന നിലയിൽ. അഭിനയത്തിന് എനിക്ക് അവാർഡ് കിട്ടി. അല്ല, അവാർഡുകൾ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ശ്രീലങ്കയിലും കർണാടകയിലും കിട്ടി. അത് പ്രചോദനങ്ങളാണ്. അത് ലാക്കാക്കിക്കൊണ്ടല്ലല്ലോ നമ്മളൊരു സിനിമ ചെയ്യുന്നത്. നമ്മൾ സിനിമ ജനങ്ങൾ കാണണമെന്നുള്ളതാണ്. അത് ഏറ്റവും വലിയ രസകരമായ സംഭവം, ഏറ്റവും കൂടുതൽ അവാർഡ് കിട്ടിയിരിക്കുന്ന അഭിനയത്തിനാണ്, ക്രിറ്റിക്സ് ഉൾപ്പെടെ. പിന്നെ ഈ സിനിമയിൽ ഒരു പാട്ടുണ്ട്, ബിനീഷ് തമ്പാൻ. അതിൽ എൻ്റെ പോർഷൻ ഞാനാണ് പാടിയിരിക്കുന്നത്. അങ്ങനെ ഒരു സാഹസം കൂടി ഞാൻ. അപ്പോൾ എനിക്ക് എൻ്റെ അടുത്ത ആഗ്രഹം സിനിമാറ്റോഗ്രാഫിയാണ്. അത് സമീപ ഭാവിയിൽ അതുണ്ടാവും. അതിനൊരു സബ്ജക്റ്റ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത്തരം സാഹസികതകൾ എനിക്കൊന്ന് അയച്ചേട്ടൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് സിംഗർ ആയിട്ടുണ്ട്. അബദ്ധത്തിലായത് അല്ല, അബദ്ധത്തിലാണെങ്കിലും പാട്ടുകൾ പാടിയില്ലേ? സംവിധാനത്തിലേക്ക് സംവിധാനം ചെയ്തിട്ടുണ്ടല്ലോ. പിന്നെ സംവിധാനമില്ല, സഹസംവിധാനം ചെയ്തു. സംവിധാനമില്ല. ചേട്ടനാണെങ്കിൽ കുറച്ചുകൂടെ ഈ ഒരു ക്യാരക്ടർ റോൾ തന്നെ പിടിച്ചു പോകാൻ നായകനാവുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നല്ലേ? അതോ? ബുദ്ധിമുട്ടല്ല, എനിക്ക് ഉത്തരവാദിത്തങ്ങൾ പൊതുവേ താല്പര്യമുള്ള ആളല്ല. അപ്പം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ മടിയുള്ള ആളാണ്. കഥാപാത്ര വേഷങ്ങളാകുമ്പോൾ നമുക്ക് ഒന്ന് രൂപം മാറാം, പിന്നെ ഉത്തരവാദിത്ത കുറവുണ്ട്. പക്ഷെ അങ്ങനെയല്ല ചേട്ടാ. അപ്പം കുറേ വർഷമായിട്ട് ഇങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും. തുടക്കം കാണുന്ന ഒരു ഇൻ്റർവ്യൂന്ന് മാറി ഇപ്പോൾ ഓരോ ഇൻ്റർവ്യൂ കാണുമ്പോഴും അയച്ചേട്ടൻ്റെ ക്ലാരിറ്റി ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്. ഓരോ കാര്യങ്ങളിലും ഓരോ കാര്യങ്ങൾക്കും വ്യക്തതയുണ്ട് അയച്ചേട്ടനാണെങ്കിൽ. അത് ഇപ്പോൾ നമ്മളുടെ സോഷ്യലി നമുക്കൊരു ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് വന്നല്ലോ അല്ലേ? കഴിഞ്ഞ 5 വർഷമായിട്ട് ഒരു പ്രോഗ്രസ് കാർഡ് ഉണ്ടല്ലോ. അപ്പോൾ ആ പ്രോഗ്രസ് കാർഡ് പലപ്പോഴും ഈ ഇൻ്റർവ്യൂകളിലൂടെ ആണല്ലോ പ്രേക്ഷകർ നമുക്ക്. അപ്പം അതുകൊണ്ട് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കും നമ്മളുടെ. പിന്നെ ഇപ്പൊ പണ്ട് ബോഡി ഷെയ്മിങ് എൻജോയ് ചെയ്തിട്ടുള്ള ആൾക്കാരുള്ള വ്യക്തികൾ ഇന്ന് നമുക്കത് തെറ്റാണെന്ന് അറിയാവുന്നതുകൊണ്ട് പതുക്കെ ആ നർമ്മം നമ്മളിൽ നിന്ന് ഇല്ലാതായി. ഇന്നതിൽ കോമഡി ഇല്ല എന്ന് പറയുന്നതുകൊണ്ട് നമ്മളിപ്പോൾ അത് വെച്ച് കോമഡിയാക്കും. അങ്ങനെ 1-2 കാര്യങ്ങൾ അങ്ങനെ ശ്രദ്ധയിൽ നമ്മൾ പെടുത്തിയിട്ടുണ്ട്. ഫോഴ്സ്ഫുള്ളി നമ്മൾ മാറേണ്ടതായി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ മക്കൾ തിരുത്തുന്നുണ്ട്. 4 മക്കളാണ്. അതെ, അപ്പൊ അവർ തിരുത്തും. ഇപ്പൊ നേരത്തെ ഇപ്പൊ എന്താ പറയുക, ഞാൻ വളർന്നു വന്നൊരു തലമുറയിൽ ബോഡി ഷേമിങ് തെറ്റല്ല. ഇപ്പൊ നമ്മളാരും അപ്പം അത് പെട്ടെന്നൊരു ദിവസം മാറുമ്പോൾ പാടാ.
ഇപ്പോൾ ഒരു 4 വർഷമായി ഈ പൊളിറ്റിക്കൽ കറക്റ്റേഴ്സ് ഒക്കെ വന്നിട്ട്. ഷാദിക്ക് ഇത് ഓൾറെഡി എല്ലാ കാര്യങ്ങൾക്കും വ്യക്തമായിട്ടുള്ളൊരു ഇത് ഇപ്പോഴെന്നല്ല എല്ലാത്തിലും അല്ല, ഒരു റൈറ്റർ ഡയറക്ടർ ഇപ്പം റൈറ്റേഴ്സ് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, അവർ കുറച്ചും കൂടി വെൽ റെഡ് ഒക്കെ ആയതുകൊണ്ടായിരിക്കാം. ഇപ്പോൾ ശ്രീനിവാസൻ സാർ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ജോർജ് സാർ, ഇങ്ങനെയുള്ളവരുടെയൊക്കെ സിനിമകൾ അന്നേ വളരെ പൊളിറ്റിക്കലി കറക്റ്റായിട്ട് എനിക്ക് ദീർഘവീക്ഷണം എന്നുള്ളൊരു അതെ കാര്യം കൂടെ വരുന്നുണ്ട് അതിനകത്ത് അല്ലേ? ഞാൻ പറയുന്നത് അത് എനിക്ക് തോന്നുന്നു അവർ വായിക്കുന്നതിൻ്റെയും അവരുടെ ജീവിതത്തിന്റെ ഒരു പെർസ്പെക്റ്റീവും കൂടെ ആയിരിക്കാം. അപ്പോൾ വായിക്കുന്നതിൻ്റെയും ഒരു വിഷണറിയുടെയും ഒക്കെ ഒരു വ്യത്യാസമായിരിക്കും. വ്യത്യാസമായിരിക്കും. നമ്മളതൊന്നും അല്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ നാട്ടുകാർ പഠിപ്പിച്ചപ്പോൾ. പക്ഷെ എനിക്ക് അങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ടാവും. ഞാനിപ്പം ചിന്തിക്കും ചേട്ടൻ്റെ പഴയ തമാശകളിൽ നിന്നൊക്കെ മാറി കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് എനിക്ക് അതെനിക്ക് തോന്നിയിട്ടില്ലേ? അല്ലാതല്ല, അത് കഥാപാത്രം അജു സൂചിപ്പിച്ചതുപോലെ ഇപ്പം ആക്ടിങ് ബിഹേവിങ് ആയി മാറിയല്ലോ. അപ്പം സ്വാഭാവികമായിട്ടും ഒരു ആക്ടറുടെ ഉള്ളിൽ ആ ഒരു ഫയർ ഉണ്ടാവും. അതായത് ഞാൻ കോമഡി പടം ചെയ്യും, അത് ജനങ്ങളെ രസിപ്പിക്കാൻ. പക്ഷേ എന്നെ സാറ്റിസ്ഫൈ ചെയ്യുന്ന കഥാപാത്രങ്ങൾ ചെയ്യുമ്പോഴേ ഒരു കലാകാരന് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. എന്നെ മതിക്കണം. അങ്ങനെ ഒരു സംഭവം അജുവിന് വന്നതിന് റിയൽ ആക്ടർക്ക് മാത്രമേ അത് വരത്തുള്ളൂ. ഈ അടുത്ത് കിടന്നൊരു സിനിമയിൽ ഡയാനയും ഞാനും കൂടെ ഒരു വേഷം ചെയ്തിട്ടുണ്ട്. അത് എല്ലാം കൊണ്ട് ഞാൻ അഭിനയിക്കുന്ന പടം സാധാ ഡയറക്റ്റ് ചെയ്തു. സോറി, അദ്ദേഹം അഭിനയിക്കുന്നൊരു സിനിമ 3 മിനിറ്റ് 4 മിനിറ്റ് ഉണ്ടാവുള്ളൂ എൻ്റെ ക്യാരക്ടർ ആ സിനിമയിൽ. പക്ഷെ വളരെ എനിക്ക് മനസ്സിനോട് അടുത്ത് നിൽക്കുന്ന ഒരു കഥാപാത്രമാകും. സിനിമ വരുമ്പോൾ മനസ്സിലാവും സാധ്യതയുണ്ട് ആ സിനിമ അല്ലെ ആ വേഷത്തെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും അത്ര മനോഹരമായി ചെയ്തിട്ടുണ്ട്. കാര്യം അങ്ങനത്തെ റെപ്രസെൻറ്റേഷൻസ് ആണത്. നമ്മളത് അഭിനയിച്ച് പോകുന്നു എന്നുള്ളതിലേക്ക് ഉപരി സൊസൈറ്റിയിൽ അങ്ങനത്തെ അങ്ങനത്തെ റിയൽ. ഇപ്പോൾ ഈ സിനിമ ഇപ്പോൾ അനുമോളം നേരത്തെ പറഞ്ഞല്ലേ, ഇതിൽ ആരുടെ പക്ഷം നിൽക്കും, വലിയൊരു ഡിബേറ്റ്. തീർച്ചയായും 2 പക്ഷത്തിനും ന്യായമുണ്ട്. പകൽ നക്ഷത്രം എന്ന സിനിമയിൽ അനൂപേട്ടൻ ചോദിച്ചല്ലേ, ഈ ലോകം മരിച്ചവരുടെയോ ജീവിച്ചിരിക്കുന്നവരുടെയോ? കണക്കെടുത്ത് വെച്ചാൽ മരിച്ചവരുടെ അല്ലേ? അപ്പം അതേപോലത്തെ ഒരു, പക്ഷെ ജീവിച്ചിരിക്കുന്നവർക്കല്ലേ പ്രയോറിറ്റി കൊടുക്കണ്ടേ? മറ്റവരുടെ ജീവിതം നമുക്ക് അറിയില്ല. ഇവിടെ കൺഫ്യൂഷൻ ഇപ്പോൾ അനു പറഞ്ഞ പോലെയാ. പിന്നെ എപ്പോഴും എന്താ കണ്ടേക്കുന്നത്, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആണ് കാടിൻ്റെ നിയമം അല്ലേ? കാടിൻ്റെ നിയമം അതാണ്. മനുഷ്യൻ അവിടെ അതിക്രമിക്കുന്ന അങ്ങനെ കുറേ ലോജിക്ക് വെച്ച് നമുക്ക് ഇത് വെക്കാം. മൃഗങ്ങൾക്ക് സംസാരിക്കാൻ അറിയാത്തതുകൊണ്ട് നമ്മുടെ അടുത്തൊന്നും അവർ ഡിബേറ്റ് ചെയ്യുന്നില്ല. 7 മണിക്കത്തെ വാർത്തയിൽ വന്ന് അവർ അവരുടെ ഒരു പക്ഷം പറയുന്നില്ല. അയച്ചേട്ടൻ്റെ റീൽസ് ഒക്കെ ലൊക്കേഷനുള്ള പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. റീൽസ് ഈയിടെയായിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഇല്ല, അത് കുറേ എടുത്ത വീഡിയോസ് കയ്യിലിരിപ്പുണ്ട് കുറേ. അപ്പോൾ ഇപ്പോൾ അത് നല്ലൊരു എഡിറ്ററെ കിട്ടി. ഒരു റീല് വെറുതെ ഇടുമ്പോൾ അതിന് ഭംഗിയില്ല, ഒരു എഡിറ്റർ വരുമ്പോൾ അതിന് മാജിക് വരുന്നു. ഗോദയുടെ അപ്പോൾ പലതും ഇപ്പം അത് ചുമ്മാ ഇരിക്കുമ്പോൾ നമ്മൾ എടുത്തിരുന്ന വീഡിയോസാണ്. പക്ഷെ അതാ ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ഗോദയിലോട്ട് അത് കണക്ട് ചെയ്ത് ആ ട്രാൻസിഷൻ കൊടുക്കാം. അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ അത്രയും വോയിസ് ഓവേഴ്സും അത്രയും അത് ആ എഡിറ്ററിൻ്റെ കഴിവാണ്. ഓക്കെ, അനുമോൾ തമിഴിൽ ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്ന ഒരു ഗംഭീര സീരീസ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര റെസ്പോൺസാണ്. ഒന്നും പറയാല്ല, നല്ല അഭിനയം. ഞാനൊക്കെ അതിൻ്റെ മറ്റേ സിസ്റ്ററാണ് ആ സീരീസിൽ. 3rd സീസൺ വരാൻ വേണ്ടി പോവാണ്. ജൂലൈ 30th. എങ്ങനെയാണ് അവിടേക്ക് എത്തുന്നത്? അയലി എന്ന് പറഞ്ഞിട്ട് ഞാനൊരു സീരീസ് അതിന് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് അവിടെ നന്നായി പോയൊരു വർക്കാണ്. അപ്പം അത് കണ്ടിട്ടാണ് അയലി Z5 അയലി AYALI. അപ്പം അത് നന്നായി പോയി അവിടെ. അതിനുശേഷമാണ് ഇതിലേക്ക് വിളിക്കണം. ആക്ച്വലി ഇത് ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് കുറേ ഒഴിവാക്കിയതായിരുന്നു. ആ സമയത്ത് ഒരു പൊട്ടബുദ്ധിയിൽ 4 മാസത്തോളം അവർ എന്നെ ശല്യം ചെയ്ത് പിന്നാലെ. അതെ അതെ അതെ. അല്ല, അതിപ്പം റീസെൻ്റ്ലി ഇൻ്റർവ്യൂവിൽ എനിക്ക് തോന്നുന്നു അഭിരാമി മാം പറയുന്നുണ്ടായിരുന്നു, മാമിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഈ പ്രോജക്റ്റ്. മാമും ഒഴിവാക്കിയതാണ്, അതിൻ്റെ ഒരു സങ്കടം പറയുന്നുണ്ടായിരുന്നു. ഒരു നടനെ അല്ലെങ്കിൽ നടിയെ സംബന്ധിച്ച് കൊതിക്കുന്ന വേഷമാണ്. അതെ അതെ, എല്ലാ ലേയേഴ്സും ഉണ്ട്. അങ്ങനെ നന്നായിട്ട് പോണു. അപ്പം അങ്ങനെ ഓൾറെഡി അവർ നമ്മുടെ മലയാളം ഫിലിംസ് ഒക്കെ കുറച്ച് കണ്ടിട്ടുമുണ്ട്, പ്രൊഡ്യൂസറും അതിൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറും ഒക്കെ. അങ്ങനെ കഥ, പിന്നെ ഒരു ദിവസം ഞാൻ ശരി എന്നാൽ ഞാൻ കഥ കേട്ടേക്കാം എന്ന് പറഞ്ഞ് കേട്ട് എക്സൈറ്റഡ് ആയി കമ്മിറ്റ് ചെയ്തതാണ്. അതുവരെ ഞാൻ കഥ കേൾക്കുന്നില്ല, എനിക്ക് ഇത്ര ലോങ് ഡേറ്റ്സ് ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചാൽ ഞാൻ കുറച്ച് മടിച്ചായിരുന്നു. എനിക്കൊരു റെഗുലർ കമ്മിറ്റ്മെൻ്റ് ഒക്കെ പേടിയാണ്. ഒരു സിനിമ പോകുന്നു, അഭിനയിക്കുന്നു, തിരിച്ചു വരുന്നു, അങ്ങനെയാണ്. ഒരു 6 months ഒക്കെ ഒരുമിച്ച് കൊടുക്കുക എന്ന് പറയുമ്പം
ഇടയ്ക്ക് വെച്ച് എനിക്ക് എങ്ങടെയും യാത്ര പോകാൻ തോന്നിയാലോ, ഇടയ്ക്ക് വെച്ച് എനിക്ക് മടുത്താലോ, അങ്ങനത്തെ ഒക്കെ ഒരു പേടി കൊണ്ട് ഞാൻ ആദ്യം ഒഴിഞ്ഞു മാറുമായിരുന്നു. അപ്പം അങ്ങനെ പിന്നെ എക്സൈറ്റഡ് ആയി തന്നെ കഥ കേട്ട് ആ ക്യാരക്ടർ ഇഷ്ടപ്പെട്ട് തന്നെ ചെയ്യുന്നതാണ്. അതിൻ്റെ ഒരു റിസൾട്ടും അവിടെ നിന്നുണ്ട്. ഒരുപാട് സ്ത്രീകൾ ഇപ്പം നമ്മളൊന്ന് പുറത്തൊക്കെ മോളിലൊക്കെ പോവുകയാണെങ്കിൽ ചിലപ്പം ഒന്നും പറയില്ല. അതുമായി ബന്ധപ്പെട്ടുള്ള ടെമ്പിൾ എന്തോ പണിതെന്ന് പറഞ്ഞിട്ടൊരു, അല്ല ടെമ്പിൾ പണിയുന്നതല്ല, അവിടെ അങ്ങനെയാണ് അവർ പൂവൊക്കെ ഇടും വന്നിട്ട്, അല്ലെങ്കിൽ മാലയിടുക വന്നിട്ട്, അല്ലെങ്കിൽ മോളിലൊക്കെ പോയാൽ ഒന്നും പറയില്ല, കെട്ടിപ്പിടിച്ച് അങ്ങോട്ട് കരയും. സമുദ്രത്തിലൊക്കെ വീഡിയോ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ഉണ്ടല്ലേ, ഇതാണ് അവസ്ഥ. ഇങ്ങനെ ചിലപ്പോൾ ഞാനും കരയും. ഞാൻ എന്തിനാ കരയണേന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരാൾ വന്നിട്ട് തേങ്ങി തേങ്ങി നമ്മളെ കെട്ടിപ്പിടിച്ച് കരയുക. അപ്പം അത് അനുമോൾക്കല്ല, ആ രതിക്കാണ് അത് കിട്ടുന്നത്. രതി അവരുടെ മനസ്സിൽ അത്ര ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ പണ്ട് നമ്മൾ ഇൻ്റർവ്യൂസിലൊക്കെ ഇങ്ങനെ പറയുവേ, ഒരു ക്യാരക്ടർ ആളുകൾക്ക് ഒരാളെങ്കിലും മാറ്റുക, ഒരാളെങ്കിലും ചിന്തിപ്പിക്കുക, ഒരാളെങ്കിലും ഇൻസ്പയർ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ കാര്യമാണ്, വലിയ സന്തോഷമാണെന്ന് വിചാരിക്കും. ഇപ്പം ഞാനത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് എനിക്ക് അതിൻ്റെ ആ ഒരു ഇമോഷൻ കറക്റ്റായിട്ട് കിട്ടുന്നത്. ഇങ്ങനെ ചുറ്റും ഒരുപാട് സ്ത്രീകൾ വന്നിട്ട് അവരുടെ ജീവിതം മാറിയ കഥകൾ പറയുക, അവരൊറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങിയ കഥകൾ പറയുക, അവരവരുടെ ഇമോഷണൽ കോൺഫ്ലിക്റ്റ് രതിക്ക് പറ്റുന്നുണ്ടല്ലോ നമുക്കും പറ്റില്ലേ, രതി ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്തുകൂടെ, അങ്ങനെ ഒരുപാട് സ്ത്രീകൾക്ക് കോൺഫിഡൻസ് വരിക. ഇപ്പം കുറേ സ്ത്രീകൾ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാൻ തുടങ്ങുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആദ്യമായിട്ട് ഫ്ലൈറ്റ് കയറി എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഫോട്ടോ ഒക്കെ ഇങ്ങനെ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ വരും എനിക്ക് മെസ്സേജസ്. അപ്പം അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇപ്പോഴേ ഇതേപോലെ തന്നെ ഇപ്പം അജു ചേട്ടൻ എന്ന് പറയുമ്പോൾ കോംബോയാ, അജു നിവിൻ കോംബോ, അജു ടൊവിനോ കോംബോ, അജു ബേസിൽ കോംബോ. പക്ഷേ ഈ കോംബോ വരുമ്പോൾ അജു എന്നുള്ളൊരു പേരുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ്. പേഴ്സണലി അജു ചേട്ടൻ ഏത് കോംബോയാണ് കുറച്ച് കൂടുതൽ ചെയ്യാനായിട്ട്? അങ്ങനെ നമുക്ക് ഒരിക്കലും പറയാൻ വേണ്ടി അങ്ങനെ നമ്മൾ ക്യാരി ചെയ്യുന്നില്ല. ക്യാരക്ടർ വരുന്നോണ്ടാണ്. ഇപ്പം അനു പറഞ്ഞ പോലെ രതി, ഡോക്ടർ രതിയോടാണ് ആ ഇഷ്ടം. വിഗ്രഹങ്ങൾ അടുക്കുമ്പോൾ ചിലപ്പോൾ ഉടഞ്ഞു പോകും. ഞാൻ ജനറലി പറയാം, നമ്മളിപ്പോൾ ഭയങ്കര ആഗ്രഹിച്ച ഒരാളെ നമ്മൾ ഇഷ്ടപ്പെട്ട്, ചിലപ്പോൾ പുള്ളിയുടെ സ്വഭാവം ഒന്നും ആയിരിക്കില്ല, അല്ലെങ്കിൽ ആ നടിയുടെ സ്വഭാവം ഒന്നും ആയിരിക്കില്ല, ആ ക്യാരക്ടർ. ഇപ്പോൾ താങ്കളിപ്പോൾ പറഞ്ഞതും എവിടെയൊക്കെയോ ആ കോമ്പോസിൽ ഇവരെയൊക്കെ കണ്ടതിൽ ഞാനും കണ്ടതാ. അത് ഇനി ഒരാൾ വേറൊരു കോംബോ, ഇപ്പോൾ നമ്മൾ രണ്ടും കൂടെ ഒരു കോംബോ റൈറ്റർ എഴുതിയ അതുപോലെ തന്നെ രസിപ്പിക്കാൻ പറ്റും. മലയാള സിനിമയ്ക്ക് ഇപ്പം വന്നിരിക്കുന്ന മാറ്റം ഭയങ്കര മാറ്റമാണ്. കുറേയധികം സിനിമകൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നുണ്ട്, വലിയ സ്റ്റാർ കാസ്റ്റ് ഇല്ലാതെ വന്ന് നന്നായി വിജയിക്കുന്നുണ്ട്. അതെങ്ങനെയാണ്? അല്ല, ഇതിനു മുമ്പും ഓരോ കാലാനുസൃതമായ മാറ്റങ്ങൾ എന്നും മലയാള സിനിമ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പത്മനാഭൻ സാറിൻ്റെ നവംബറിൻ്റെ നഷ്ടം പോലുള്ള സിനിമകളൊക്കെ ആ സമയത്ത് ന്യൂജൻ സിനിമകളായിരുന്നു. ഇപ്പോൾ അക്വിനോ ക്രിസ്റ്റോഫറുടെ റാഷോ മോഹൻ കണ്ട് അന്തം പെട്ടുന്ന ഇൻ്റർനാഷണൽ ഓഡിയൻസിൻ്റെ മുമ്പിലാണ് KG ജോർജ് സാർ എന്നുള്ള മാസ്റ്റർ ക്രാഫ്റ്റ്മാൻ യവനിക ചെയ്യുന്നത്. അപ്പോൾ പ്രതിഭാധനരായിട്ടുള്ള ഒരുപാട് കലാകാരന്മാർ ഉഴുതുമറിച്ച് സ്വർണം കായ്ച്ച മണ്ണാണ് മലയാള സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ കാലാകാലങ്ങളിൽ ഈ ന്യൂജൻ വേവ് ഉണ്ടായിട്ടുണ്ട്, ആ കാലഘട്ടത്തിനനുസൃതമായി. ഇപ്പോൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ OTT പ്ലാറ്റ്ഫോം വന്ന ശേഷം ലോകത്തുള്ള എല്ലാ സിനിമകളും നമുക്ക് കാണാമല്ലോ, നേരത്തെ സൂചിപ്പിച്ചത്. അപ്പോൾ പുതിയ ആക്ടിങ്ങിൻ്റെ പുതിയ രീതി, പുതിയ വ്യാകരണങ്ങളൊക്കെ ആളുകൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ശിവാജി സാർ, അദ്ദേഹം ലോകത്തിൻ്റെ ഏറ്റവും വലിയ നടന്മാരുടെ ഒരാളാണ്. ആ കാലഘട്ടത്തിൽ അദ്ദേഹം വീരപാണ്ഡ കട്ടബൊമ്മനൊക്കെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അഗ്നിമുഖമൊക്കെ ചെയ്യുന്ന സമയത്ത് നാടകത്തിൽ നിന്ന് പതുക്കെ സിനിമയിലേക്ക് കയറിയ സമയമാണ്. അപ്പം ജനങ്ങളെ കൂടുതൽ എക്സ്പ്രസീവായിട്ട് കാണിക്കേണ്ടി വരും ഓരോ സീക്വൻസ്. അവിടെ നിന്ന് ഇങ്ങനെ ഓരോന്നോരോന്നോരോന്ന് കമൽ സാർ വന്നപ്പോൾ വേറെ സ്റ്റൈൽ ഓഫ് ആക്ടിങ് ആയി. അതിൽ നിന്ന് വന്ന് പശുപതി സാർ സമുദ്രക്കനിയും വന്നപ്പോൾ വേറെയായി, ധനുഷ് വന്നപ്പോൾ. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും മാറിക്കൊണ്ടിരിക്കും. ഇന്നിൻ്റെ കാലവും ഇന്നിൻ്റെ ശബ്ദവും വെച്ച് ആളുകൾ ബിഹേവ് ചെയ്യാൻ തുടങ്ങി. അപ്പം സിനിമ ഓരോ ദിവസവും നവീകരിച്ചു കൊണ്ടിരിക്കുകയാണ്, ന്യൂജനായിട്ടുണ്ട്. ഓരോ ദിവസം സിനിമ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇന്നിപ്പോൾ ലർക്കിൽ ഞാനും അനുവും അജുവും ചെയ്തിരിക്കുന്ന ഇതേ വേഷങ്ങൾ തന്നെ ഒരു 2 വർഷം കഴിയുമ്പോൾ വേറെ ആ ആക്ടേഴ്സ് ചെയ്യുന്നത് മറ്റൊരു തരത്തിലായിരിക്കും. അപ്പോൾ ആ ഒരു മാറ്റങ്ങൾ എപ്പോഴും ഉണ്ടാവും. പേഴ്സണൽ ഫേവറേറ്റ് ഡയറക്ടർ ആയിരിക്കും? എനിക്ക് ദിലീഷിൻ്റെ പടങ്ങൾ ഇഷ്ടമാണ്. ദിലീഷ് പോത്തൻ്റെ പടങ്ങൾ എനിക്കിഷ്ടമാണ്, മഹേഷിൻ്റെ ഇഷ്ടമാണ്, ലിജോയുടെ എക്സ്പെരിമെൻ്റൽ മൂവി ഇഷ്ടമാണ്, പുതിയ പിള്ളേരുടെ എല്ലാ, ഇപ്പോൾ വാഴ ചെയ്ത പയ്യൻ, അങ്ങനെ ഇവരുടെ എല്ലാ പുതിയ ആളുകളുടെയും സിനിമകൾ, ചിദംബരത്തിൻ്റെ സിനിമ എനിക്കിഷ്ടമാണ്, സാംബശിവൻ്റെ ഇഷ്ടമാണ്. ഇവരുടെയൊക്കെ സിനിമകൾ ഇഷ്ടം. ഇവരുടെയൊക്കെ തോട്ട് പ്രോസസ്സിലൂടെ ഞാനും
ഇതൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട്. ചില സിനിമകളൊക്കെ കണ്ടിട്ട് അന്തം വിട്ട് നോക്കിയിട്ടുണ്ട്, പിള്ളേരൊക്കെ എങ്ങനെ ചെയ്തത് നോക്കി. എന്തിനാ ചില ഷോർട്ട് ഫിലിംസ് കാണുമ്പോൾ തന്നെ ഞാൻ അത്ഭുതത്തോടെ നോക്കാറുണ്ട്. ഇത് ഇപ്പം കിഷ്കിന്ധകാണ്ഡമാണെങ്കിലും അതുപോലെ പുരുഷപ്രേതമാണെങ്കിലും കിഷാന്തിൻ്റെ, അപ്പം അത്തരം സിനിമകളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഒരു ഫിലിം മേക്കറിൻ്റെ ഉള്ളിൽ വരുന്ന ആ ഒരു ഫയർ ഉണ്ടല്ലോ, പുതിയ പിള്ളേരുടെ, അത് നമ്മൾ അംഗീകരിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. അതിലേക്ക് എനിക്ക് ഇവരുടെയൊക്കെ ആരാധകരാണ്. ഇങ്ങനെ പറയുമ്പോൾ വെച്ചിട്ടാ ഈ മോളിവുഡ് ടൈംസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അഭിനവ് സുന്ദർ നായിക്കിൻ്റെ. സോഷ്യൽ മീഡിയയിൽ ഒരു പറ്റും ആൾക്കാർ അത് ബയോപിക്കാണ്, അനാവശ്യമായിട്ട് അല്ലെങ്കിൽ ബേസിലിൻ്റെ അടക്കം നിവിൻ പോളിയുടെ അടക്കം പേരുകൾ വലിച്ചഴക്കപ്പെടുന്നുണ്ട്. അത്തരം ഒരു കാര്യങ്ങൾ എങ്ങനെയാണ് നോക്കി കാണുന്നത്? പുള്ളി അത് ഡിനൈ ചെയ്യുന്നു അങ്ങനെ ഫീൽ ചെയ്തില്ല. ഇല്ല, എനിക്ക് അഭിനവിൻ്റെ പേഴ്സണലി അറിയില്ല, കഥ ലൈഫ് അറിയില്ല, പരിചയമുണ്ടെന്നല്ലാതെ. ഗോദയുടെ എഡിറ്ററാണ് അദ്ദേഹം, അങ്ങനെയുള്ള പരിചയമുള്ളൂ. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രീവിയസ് വർക്ക് മുകുന്ദനുണ്ണി ഒരു ഗ്രേറ്റ് സിനിമയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇത് ആരുടെയും ബയോപിക്കായിട്ട് എൻ്റെ അറിവിൽ ഫീൽ ചെയ്തില്ല. സോഷ്യൽ മീഡിയ ഡിബേറ്റ് അല്ലേ, അവർക്ക് വൈകുന്നേരങ്ങളിൽ നമ്മൾ ചായ കുടിച്ചിരുന്ന് നമ്മൾ ഇവിടെ ഇരുന്ന് ചെറുപ്പത്തിൽ നമ്മൾ ഹോളിവുഡിലെ ആൾക്കാരുടെ സിനിമകളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടില്ലേ, അവരെ അറിഞ്ഞിട്ടാണോ? അല്ലെങ്കിൽ ആൾക്കാർ ചായക്കടയിരുന്ന് രാഷ്ട്രീയ ചർച്ചകൾ ചെയ്യാറില്ലേ? അത് നിയമസഭയിൽ അതിനനുസരിച്ച് മാറ്റങ്ങൾ വരാറുണ്ടോ? ഇല്ല. അതിനെ എങ്ങനെ കാണണം? രസമാണത്, അത് വരണം. അതൊക്കെയാണല്ലോ ദ അതർ സൈഡ് ഓഫ് സിനിമ. സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്തില്ലെങ്കിൽ പിന്നെ എന്ത് സിനിമ? ഗോസിപ്പ് ഇല്ലെങ്കിൽ പിന്നെ എന്ത് സിനിമ? ഗോസിപ്പ് വരണം എന്നുള്ളതാണ്. രാഷ്ട്രീയത്തിനും സിനിമയ്ക്കും ഗോസിപ്പ് വേണ്ടേ? അല്ലെങ്കിൽ പിന്നെ വിലയില്ലല്ലോ. ഡിസ്കഷൻസ് നടക്കണം. മോളിവുഡ് ടൈംസ് റിലേറ്റബിൾ ആവുന്നത് ഒരുപാട് പേരുണ്ട്. ആ സിനിമ റിലേറ്റബിൾ ആവുന്നത് സിനിമ അത്യധികം ആഗ്രഹിച്ച് സിനിമ കിട്ടാത്തതും സിനിമയിൽ എത്തിപ്പെടാൻ കഷ്ടപ്പെടുന്നവർക്കും എത്തിപ്പെട്ടിട്ടും മുന്നോട്ട് പ്രോഗ്രസ് ചെയ്യാൻ പറ്റാത്ത ഒരു മെജോറിറ്റി വെരി ടാലൻറ്റഡ് ആസ്പിറൻസ് ഉണ്ട്. അവരുടെ കഥയാണ് മോളിവുഡ് ടൈംസ്. അത് ചിലപ്പം ഡയറക്ടറാവാം, പ്രൊഡ്യൂസറാവാം, റൈറ്ററാവാം, ആക്ടറാവാം, എഡിറ്ററാവാം, അസിസ്റ്റൻറ്റ് ഡയറക്ടർ, എന്ത് വിഭാഗമാവാം. മനസ്സിലാവും. അപ്പം കോസ്റ്റ്യൂം ഡിസൈനേഴ്സ് ആവാം. അവരെ റെപ്രസെൻ്റ് ചെയ്യുന്നൊരു സിനിമയാണ് മോളിവുഡ് ടൈംസ്. അത് ഒറ്റ നോട്ടത്തിൽ ആ സിനിമയ്ക്ക് ഉള്ള പല മീനിങ്ങുകൾ ആയിരിക്കില്ല ആ സിനിമ കുറേ കണ്ടു കഴിയുമ്പോൾ വരാൻ പോകും. അപ്പം ആദ്യത്തെ കാഴ്ചയിലുള്ള ഇതായിരിക്കില്ല പിന്നീടുള്ള കാഴ്ചയിൽ ആ സിനിമ ഡെലിവർ ചെയ്യുന്നത്. വൺ ഓഫ് ദി ഫൈനസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു നസ്ലിൻ്റെ. വൺ ഓഫ് ദി ഫൈനസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു. വേൾഡ് കപ്പ് ഒക്കെ കാണുന്നില്ല, ആരായിരിക്കും ഫൈനൽ വരുന്നത്? എൻ്റെ ഫേവറേറ്റ് ടീം ബ്രസീലാണ്, പക്ഷെ തോറ്റുപോയി. എൻ്റെ വീട്ടിലൊരു അർജൻറ്റീന ഫാൻകാരനുണ്ട്, എൻ്റെ മകൻ. ഇന്നിപ്പോൾ അർജൻറ്റീന ജയിച്ചതിൻ്റെ സന്തോഷത്തിലാണ്. പക്ഷേ ഫ്രാൻസിന് സാധ്യതയുണ്ട്. ഞാനൊരു ഫുട്ബോൾ ആരാധകനും ഫുട്ബോൾ കളിക്കാരനുമാണ്. ഞങ്ങളിപ്പം ദുബായിൽ ഞങ്ങളുടെ ടീം പോയി കളിക്കുകയൊക്കെ ചെയ്തു. ക്രിക്കറ്റ് പോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം ഫുട്ബോളാണ്. സിനിമയെക്കാളും ഒരു പരിധി വരെ, അതാരോടും പറഞ്ഞിട്ടില്ല. അത്രയ്ക്ക് ഇഷ്ടമാണ് ഫുട്ബോൾ, ഭ്രാന്തനാണ് ഞാൻ. അപ്പോൾ ആ ഫുട്ബോളിൽ ബ്രസീൽ പരാജയപ്പെടുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. എനിക്കത് സഹിക്കാൻ പറ്റത്തില്ല. എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു പോയി ബ്രസീൽ തോറ്റു കഴിഞ്ഞപ്പോൾ. പക്ഷേ അത് ബ്രസീൽ തോൽക്കാൻ പാടില്ലാത്ത കളിയായിരുന്നു, അത് തോറ്റുപോയി. ഒരു നമ്മൾ ചെറുപ്പം മുതൽ ബ്രസീലിനോട് അത്ര കടുത്ത, ഞാൻ ഫേസ്ബുക്കിൽ വളരെ പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ജയിച്ചാലും തോറ്റാലും ഞാൻ ബ്രസീലിൻ്റെ കൂടെയാണ്. ബ്രസീൽ ഇങ്ങനെ ഔട്ടായാലുള്ള വളരെ ഒരു വിഷമത്തിലാണ് ഞാൻ. പിന്നെ വേൾഡ് കപ്പ് കാണാനുള്ള ഒരു ത്വര നഷ്ടപ്പെട്ടെങ്കിലും കാണും. പ്ലൂട്ടോ റിലീസിന് ഇരിക്കുകയാണ് 30-ാം തീയതി. 24 നമ്മൾ ലാർക്ക്, 30 പ്ലൂട്ടോ. എന്താ പ്രതീക്ഷ? അതൊരു വേറെ ജോണറാണ്, കുട്ടികൾക്കുള്ള പടം. കൊച്ചു പിള്ളേരല്ലേ, ഈ 10 വയസ്സ് 10 വയസ്സ് 10 വയസ്സ് മുകളിലുള്ളവരോട് കൊച്ചുകുട്ടികളെന്ന് പറയാൻ പറ്റില്ല. കാര്യം അവരൊക്കെ വളരെ വിദ്യാഭ്യാസം അറിവുള്ളവരായി മാറുന്നു. ഇൻ്റർനെറ്റ് കാലമല്ലേ. 10 വയസ്സ് താഴെയുള്ള പിള്ളേർക്കുള്ള പടമാണ്. ഏലിയനായിട്ട് അൽത്താഫ് ഭൂമിയിലോട്ട് വരുന്നു. ആ ഏലിൻ്റെ കൂടെയുള്ള നീരജിൻ്റെ കറക്കം അവർക്കുള്ള പടം. ഫാമിലിക്ക് ധൈര്യമായിട്ട് അവരെ കൊണ്ടൊന്ന് കാണിക്കാൻ. എല്ലാവർക്കും അങ്ങനെ ഗംഭീര വിജയമാവട്ടെ. അഡ്വാൻസ് താങ്ക് യു.